കൂടിയിട്ട് തന്നെയാണ് സംസാരിച്ചത്. നിലവിലുള്ള ഒരു പഠന പ്രവർത്തനത്തിലുപരി ഫ്യൂച്ചറും കൂടി ഞാൻ ഇഗ്നോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിൽ സത്യത്തിൽ ഒരു അഭിനന്ദനം അർഹിക്കുകയാണ്. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ആദ്യം ആ ഒരു വിഷയത്തെ പറ്റി ചിന്തിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. ആ ഒരു അർത്ഥത്തിൽ മിസ് മോഹസിനെ ഞാൻ ആ ഒരു സംഘാടനത്തിന്റെ നമ്മൾ എംനോട്ട്സിന്റെ ആ ഒരു സംഘാടനത്തിന്റെ ഒരു ഓർഗനൈസറായിട്ട് ഒരു അഡ്മിനായിട്ട് മിസ് മോഹസിന MEG സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാമത്തെ ആളായിട്ട് അതിനെ ചുമതലപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ 2-3 പേർ ഇന്നത്തെ മീറ്റിംഗിൽ തന്നെ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. ആശയം വളരെ വലുതാണ്. അതായത് ആസ് എ ഇഗ്നോ ലേണർ ഐ ലേണിംഗ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ വളരെ മനോഹരമായി ഒരു വാക്ക് പറഞ്ഞത് 2 കൊല്ലത്തിനുള്ളിൽ തന്നെ ഞാൻ അത് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 ഇയർ. 3 കൊല്ലം ഞാൻ ആക്കില്ല, 2.5 കൊല്ലം ഞാൻ ആക്കില്ല, 4 കൊല്ലം ആക്കില്ല. 4 കൊല്ലം വരെ ചാൻസ് ഉണ്ടെങ്കിൽ പോലും മിനിമം പീരീഡും മാക്സിമം പീരീഡ് ഉള്ളത് കൊണ്ട് ഞാൻ മിനിമം പീരീഡായ 2 കൊല്ലത്തിനുള്ളിൽ തന്നെ ഞാൻ ഇത് അച്ചീവ് ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് മനോഹരമായ എക്സാം കോഓപ്പറേഷൻസ് എല്ലാവരുടെയും വേണം, അപ്ഡേഷൻസ് വേണം. നല്ല വാക്കാണ് ഉപയോഗിച്ചത്, അപ്ഡേഷൻസ് വേണം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളും സിലബസും എനിക്ക് ടൈം ബൗണ്ട് ആയിട്ട് കിട്ടണം. മാത്രമല്ല എനിക്ക് നെറ്റിനുള്ള പ്രിപ്പറേഷനും ഇതിനോടൊപ്പം നടക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ഒരു ഗ്രൂപ്പ് നമ്മളിലെ സീഡ് ട്രസ്റ്റ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ എംനോട്ട്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നെറ്റ്, സെറ്റ്, ടെറ്റ്, കെറ്റ് അഥവാ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി സൗജന്യ എൻട്രൻസ് എക്സാമിനേഷന് നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അധ്യാപകരാകാൻ വേണ്ടി പോകുന്നവർക്ക്, അധ്യാപകരാകാൻ പോകാത്തവരും അതിന്റെ അകത്തിരുന്നാൽ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് വീട്ടിലെ ബിരിയാണിക്ക് നീ എന്ത് ചേരുവയാണ് ചേർക്കുന്നത് എന്നുള്ള ഡിസ്കഷൻ അല്ലല്ലോ, പഠന പ്രവർത്തനമാണല്ലോ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചും കൂടി അതിനോടൊപ്പം എന്താണ് 60% GK കയറി വരും, 40% നമ്മുടെ അക്കാഡമിക് മാറ്റർ കടന്നു വരും, 60% GK വരും. മാസത്തിൽ നമ്മൾ ഇങ്ങനെ 2 ക്ലാസ്സുകൾ വയ്ക്കുമ്പോൾ ഒരു അരമണിക്കൂർ അത്തരത്തിലുള്ള ഒരു ക്ലാസ് നമുക്ക് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിന്റെ ചുമതല മിസ് മോഹസിനെ ഞാൻ കൊടുക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ നിന്ന് തന്നെ നമുക്ക് ഇത് വരാൻ പറ്റുന്ന ഒരു 4-5 പേരെ മിസ് മോഹസിന കണ്ടെത്തണം. അവരുടെ നമ്പർ നമുക്ക് വാങ്ങിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഡാറ്റ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ആരുടെ വേണമെങ്കിലും നമ്പർ എനിക്ക് അവരുടെയും കൂടി അനുവാദത്തോടു കൂടി മാത്രം. ഇപ്പൊ വേറെ ആരെങ്കിലും ഒന്ന് ചോദിച്ചാല് മിസ് മോഹസിനയുടെ നമ്പർ ഞാൻ ആർക്കും കൊടുക്കുകയൊന്നുമില്ല. ആ ബന്ധപ്പെട്ട ആളുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലാണ് സത്യത്തിൽ കോഓപ്പറേറ്റീവ് ലേണിംഗ്. അതാണ് നമ്മുടെ യോഗത്തില് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്, സെറ്റ്, കെറ്റ്, ടെറ്റ് തുടങ്ങിയ കോമ്പറ്റീറ്റീവ് എക്സാമിന് ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് നമ്മൾ സ്ഥാപിക്കുന്നു. അത് 2 ആഴ്ചയിൽ ഒരിക്കൽ അരമണിക്കൂർ വീതം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിന്റെ ചുമതലയായിട്ട് ഒന്നാമത്തെ പോസ്റ്റായിട്ട് മിസ് മോഹസിനെ നമ്മൾ നിയോഗിക്കുകയാണ്. അവരത് ഇല്ല എന്നുള്ള ഒരു വാക്ക് പറയില്ല എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമുക്ക് ആ ബാക്കി കാര്യങ്ങളിലേക്ക് വളരെ മനോഹരമായിട്ട് പോകാം. മിസ് മോഹസിന പറഞ്ഞ 5 കാര്യങ്ങൾക്ക് ഇന്ന് ഞാൻ ഉത്തരം തരുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരുടെയും കൂടി കാര്യങ്ങൾ കുറച്ച് കേട്ടോട്ടെ. അത് കേട്ടിട്ട് ബാക്കി ഞാൻ ഇതിനുള്ള ഉത്തരം തരുന്നുണ്ട്. എനിഹൗ അവതരിപ്പിച്ച 2 പേരും വളരെ നീതി പുലർത്തി. കൺഗ്രാജുലേഷൻ. ഇനി അടുത്ത ഒരാളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സലോമി ബിന്ദു. ഞാൻ ഇതിനൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കിട്ടിയവരെ ഇത് രേഖപ്പെടുത്തിയ തെളിവുകളാണ്. ഞാൻ ആ തെളിവനുസരിച്ചാണ് വിളിക്കുന്നത്. Miss Salome Bindu, I cordially inviting to deliver your points. Please. Hello. Yeah, yes. Hello, sir. Yes. We are here. Okay. Sir, actually, ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് പഠിക്കുന്നത്. 30 വർഷത്തെ വ്യത്യാസം ഉണ്ട് എനിക്ക്. എങ്കിലും ഞാൻ ഇഗ്നോ തന്നെയാണ് തിരഞ്ഞെടുത്തത്. എനിക്ക് അതാണ് താല്പര്യം. ഞാൻ കുറച്ച് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തു. ഫസ്റ്റ് സാറിന്റെ കുറച്ച് യൂട്യൂബിൽ കണ്ട് എനിക്കിതിൽ തന്നെ ഞാൻ വേറൊരു ഇതിലേക്ക് പോയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ടേ ഇല്ല. എനിക്കിതാണ് താല്പര്യം, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ ഈ കാലഘട്ടം കുറെ വ്യത്യാസമുണ്ട്. എന്റെ കാലഘട്ടത്തിൽ കിട്ടിയതൊക്കെ വളരെ ടിപ്പായിട്ട് അടുത്തടുത്ത് കിട്ടിയ കാര്യങ്ങളാണ്. ക്ലാസ്സുകൾ, നോട്ട്സ്, അറ്റൻഡൻസ്, ഫ്രണ്ട്സ്, ഗ്രൂപ്പ് സ്റ്റഡി,
പ്രസന്റേഷൻ സ്കില്ല്, സ്പീക്കിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീക്കിംഗ്, റൈറ്റിംഗ് സ്പീഡ്, നമ്മൾ എക്സാം എഴുതുമ്പോൾ സ്പീഡ് എത്ര വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച എന്റെ കാലഘട്ടത്തിൽ അതൊക്കെ ഞങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് കിട്ടിയിരുന്നു. ഞാൻ +2 പോലും കഴിഞ്ഞ വർഷമാണ് എഴുതിയെടുത്തിട്ടുള്ളത് NOS-Y. ഓക്കെ. അപ്പം സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ആദ്യമേ കിട്ടും, നമുക്കത് വെച്ച് തിരിച്ചും മറിച്ചും പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ നമ്മൾ കാലഘട്ടം എൻജോയ്മെന്റ്സ് എന്നുവെച്ചാൽ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചുള്ള ഒരു മിംഗ്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊരു എൻജോയ്മെന്റ്സ് ആയിരുന്നു. പിന്നെ ലൈബ്രറി യൂസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ക്ലിയറിങ്ങിന് നമുക്ക് ടീച്ചേഴ്സ് എപ്പോഴും അടുത്തുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അന്നത്തെ കിട്ടിയത്. ഇനി ഞാൻ ഇതുപോലെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ എനിക്ക് ഇപ്പം കമ്പ്യൂട്ടറിൽ ഞാൻ ഇത്തിരി വീക്കാണ്, കാരണം നമ്മളത് പഠിച്ചിട്ടില്ല. അതുപോലെ ഞാനിപ്പോ ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്ക് ഇത് കുറെ കാര്യങ്ങള് ഇങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, മെറ്റീരിയൽസ് എടുക്കാൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടാൻ ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് മെറ്റീരിയൽസ്. പിന്നെ ഞാൻ എടുക്കുന്ന BBA കോഴ്സാണ്. അതിൻ്റെതായ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് അവരുമായിട്ടൊന്ന് കണക്ഷനായി കിട്ടി അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഈ ലേണിംഗ് ഒക്കെ നടക്കാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ കൂടുതലായിട്ട് തന്നെ ഇതിൽ പറയുന്നത് വെച്ചാൽ ഈ മെറ്റീരിയൽസ്, അതായത് സ്റ്റഡി മെറ്റീരിയൽസ് വേഗം കിട്ടിയാലാണ് നമ്മളെ പോലെയുള്ളവർക്ക് കുറച്ചും കൂടി ധൈര്യം, എടുത്ത് പഠിച്ചു പോകാം, എന്നെ പോലെയുള്ള ഏജിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് പോകാമെന്നൊരു ചിന്ത വരുന്നത്. ഇതിപ്പോ വൈകുന്നോറും ഇത് എങ്ങനെ പോകും ഇങ്ങനെ പോകുന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അത് ഞാൻ എന്റെ പേഴ്സണലി പറയുന്നതാണ്. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഇപ്പൊ ഇഗ്നോ എന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ സാറുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷനിൽ സന്തോഷമുണ്ട്. കാരണം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ സാറ് എനിക്കത് തരുന്നൊരു ഇതുകൊണ്ട് ഓക്കെ അതൊക്കെ ലഭിക്കും കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുറകോട്ട് പോകേണ്ട ചിന്തയില്ല, എല്ലാം മുന്നോട്ട് എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. ഓക്കെ സാർ, ഇതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് കിട്ടാനുള്ള കുറച്ച് ടിപ്സുകൾ. എന്താണ് ഇനി പഠിക്കാനുള്ള ടിപ്സുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അസൈൻമെന്റ്സ് ഒക്കെ എഴുതുമ്പോൾ ഹെൽപ്പ് വേണം. വെച്ചാൽ ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, അപ്പൊ അതിന് കൂടുതൽ ഹെൽപ്പൊക്കെ ഇഗ്നോന്ന് കിട്ടുക, അത് അല്ലെങ്കിൽ സാറിന്റെ വഴി കിട്ടുക. ഇപ്പോൾ സാർ ചോദിക്കുന്ന ഇഗ്നോ സ്റ്റഡിയിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെ മുമ്പേ പറഞ്ഞ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഈ കോഴ്സ് 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയിട്ട് അടുത്ത PGക്കുള്ള ശ്രമം കൂടിയാണ് എന്റേത്. അപ്പൊ അതിന്റെ പുറകെയാണ് സാർ, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇതൊരു ഇൻസ്പിറേഷനും കൂടിയാണ്. നിങ്ങളുടെ പ്രായവും ഇപ്പൊ ഉള്ള പൊസിഷനും ഒന്ന് പറഞ്ഞോളൂ എല്ലാവർക്കും. എനിക്കറിയാം. എന്റെ ഏജ് 51. ഞാനിപ്പോ ബിസിനസ് ആണ് ചെയ്യുന്നത്. സെൽഫ് എംപ്ലോയി ആയി തുടങ്ങിയിട്ട് ബിസിനസ്സിലേക്കാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കുറച്ച് കാര്യം ബിസിനസിന്റെ തന്നെ കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് BBA എടുത്തേക്കുന്നത്. പലരും പല ബിസിനസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പോരാ, ഇതിൽ തന്നെ ഒന്ന് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ BBA എടുത്തേക്കുന്നത്. താങ്ക് യു. വളരെ നല്ല ആഴത്തിൽ തന്നെയാണ് ഇപ്പൊ മിസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിസ് സലോമി പറഞ്ഞത് ഞാൻ അത് ഒന്നും കൂടി താങ്കളെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ഒരു BBA RL അഥവാ നിങ്ങളുടെ ബിസിനസ് എന്നുള്ള ആ ഒരു ആക്ടിവിറ്റി മുന്നോട്ട് പോകാൻ, ആ ജീവിതത്തിലെ വളരെ നിർബന്ധിതമായ ഒരു ഘടനയാണല്ലോ ലേണിങ്ങും ഒപ്പം തന്നെ ഏണിങ്ങും വരുമാനവും പഠനവും. അതിന് എന്തുകൊണ്ട് ഇഗ്നോയാണ് ബെറ്റർ എന്ന് താങ്കൾ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? അതൊന്ന് കോമൺ ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ സാർ, ആക്ച്വലി ഞാൻ ഇപ്പം സംസാരിക്കുന്നത് കൊച്ചിയിൽ നിന്നിട്ടാ. എന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വയനാടാണ്. ഞാൻ എന്റെ കുട്ടികൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരുടെ ഒരു സ്റ്റഡിക്ക്, അവരുടെ ഒരു ബെറ്ററായ സ്റ്റഡിക്ക് കേരളത്തിലെ ഏറ്റവും നല്ല കോളേജിൽ വിടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് വന്നതാണ്. അവിടെ വന്നപ്പോൾ ഞാനൊരു സെൽഫ് എംപ്ലോയി ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അവരുടെ പഠിത്തത്തിന് വേണ്ടി നമ്മളുടെ കയ്യിലുള്ള ഏണിങ്സ് മതിയാവില്ലെന്ന് തോന്നിയപ്പോൾ ഞാനത് കുറച്ച് വിപുലമാക്കി ഒരു വലിയൊരു ഇതിലേക്ക് കടന്നു. അതും സെൽഫ് എംപ്ലോയി ആയിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്ത് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അവർ ഇപ്പൊ 2 മക്കളുടെ പഠിത്തവും കഴിഞ്ഞു, മാരേജും കഴിഞ്ഞു, അവര് സെറ്റിൽഡ് ആണ്. അപ്പോഴാണ് എനിക്ക് പഠിക്കാൻ, കാരണം 5 വർഷം മുമ്പേ ഞാൻ NIOS എഴുതാൻ ശ്രമിച്ചെങ്കിലും കുട്ടികളുടെ കല്യാണം കാര്യങ്ങളും അവരുടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴും എനിക്ക് കഴിഞ്ഞ വർഷം എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം കിട്ടിയ ഇപ്പം ഞാൻ ഫ്രീ ആണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ പഠിക്കാൻ BBA തന്നെ പഠിക്കാനും ഇഗ്നോ തന്നെ തിരഞ്ഞെടുക്കാനും കാരണം എനിക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഞാൻ ഇത് പഠിക്കുന്നത്. എന്റെ ഫാമിലിയിലെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്റെ ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വേറെ പല കാര്യങ്ങൾക്ക് ഇടയിലാണ് ഞാൻ ഈ പഠിത്തത്തിലേക്ക് പോകുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഫ്രീ ആണ്. അപ്പൊ ഇഗ്നോ ആണ് കൂടുതലായിട്ട്
ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞത് ഇഗ്നോയിലെ എല്ലാ കോഴ്സിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കി. പിന്നെ മറ്റു കമ്പയർ ചെയ്യുമ്പോൾ